പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളുടെ ജാമ്യമാണ് കോടതി തള്ളിയത്. നിതിൻ രാജ്, ജീവൻ, മനോജ്, ശ്രീജിത്ത്, ഷെഫിൻ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഈ 5 പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായവരാണ്. ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3ന്റെ ഉത്തരവ് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി കാണണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണമാണ് നടന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയ തന്നെയാണ് ആക്രമണമെന്നും കോടതി നിരീക്ഷിക്കുന്നു. ആക്രമണം ആസൂത്രിതമാണെന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആക്രമിച്ച സംഭവം ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ആ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും. മാത്രമല്ല, ഈ പ്രതികൾക്കും മറ്റുള്ളവർക്കും സമാന കുറ്റകൃത്യം ആവർത്തിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യും. പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം കാറുകൾ വാടകയ്ക്കെടുത്തതാണ്. അത് നശിപ്പിക്കപ്പെട്ടത് പൊതുമുതൽ നശീകരണ വകുപ്പിൽ പെടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കോടതി പറയുന്നത്, ഒരു വാഹനം കേന്ദ്ര സർക്കാർ സ്ഥാപനം വാടകയ്ക്കെടുത്തു കഴിഞ്ഞാൽ അത് ആ സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കുറ്റം നിലനിൽക്കുമെന്നാണ്. അതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്തല്ല ആക്രമിക്കപ്പെട്ടതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് ഒരു ഓഫീസിൽ നിന്നിറങ്ങി ആ റെയ്ഡ് പൂർത്തിയാക്കി അതേ ഓഫീസിൽ എത്തുന്നതുവരെ ഡ്യൂട്ടിയിലാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ചട്ടം പാലിച്ചല്ല അറസ്റ്റ് നടപടികളെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളിക്കളഞ്ഞു. ഏതായാലും ഈ കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്കും തിരിച്ചടിയാകുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്.